വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ട്രാൻസ്ഫർ അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ ഇത് ഫാബ്രിസോ റൊമാനോ ഇയർവിക്കോട്ടിരിക്കുകയാണ്. ന്യൂകാസലിൻ്റെ എഞ്ചിനായ, ന്യൂകാസലിലെ മിഷൻ 90 ആയ, ന്യൂകാസലിലെ വെപ്പണായ ബ്രൂണോ ഗിമറീഷിനെ തന്നെയാണ് ആർസനൽ പൊക്കിയിരിക്കുന്നത്. 87 മില്യൺ യൂറോ കൊടുത്തിട്ടാണ് ആർസനൽ ബ്രൂണോ ഗിമറീഷിനെ റാഞ്ചിയിരിക്കുന്നത്. മിഡ്ഫീൽഡിനെ കൂടുതൽ ശക്തമാക്കാൻ വേണ്ടിയും എതിർ ടീമിനെ എങ്ങനെയും ബോൾ അനക്കാതിരിക്കാൻ വേണ്ടിയും അവരുടെ ഡിഫെൻസീവ് കൂടുതൽ ശക്തമാക്കാനും പിന്നെ അവരുടെ സ്റ്റാർ മിഡ്ഫീൽഡർ ഡെക്ലൻ റൈസിന് റെസ്റ്റ് കൊടുക്കാനും വേണ്ടിയാണ് ഇപ്പോൾ ഹൈ വോൾട്ടുള്ള, ഹൈ പവറുള്ള, ഹൈ ടാലൻ്റുള്ള, ഹൈ ഡിഫെൻസീവ് മോഡുള്ള, ഹൈ ടെക്നിക്കുള്ള ബ്രൂണോ ഗിമറീഷിനെ തന്നെയാണ് ആർട്ടറ്റയും സംഘവും പൊക്കിയിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ചാൽ വിനീഷ്യസ് ജൂനിയറിനെ ആർസനൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്നതാണ്. പേഴ്സണൽ ടേംസുമായി അഗ്രി ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു വർഷത്തിൽ 30 മില്യൺ യൂറോ സാലറി പാക്കേജാണ് ആർസനൽ വിനീഷ്യസ് ജൂനിയറിൻ്റെ ക്യാമ്പിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. എന്ന് ക്ലബ് റയൽ മാഡ്രിഡുമായിട്ടുള്ള ഫീസ് അവർ രണ്ടാളും അഗ്രി ചെയ്യാതെ ഏകദേശം 150 മില്യൻ്റെ ഓഫറാണ് ആർസനൽ റയൽ മാഡ്രിഡിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. വിനീഷ്യസ് ജൂനിയറിനെ കൊണ്ടുവരുന്നതിലൂടെ ആർട്ടറ്റ മാഞ്ചസ്റ്റർ സിറ്റിക്ക് മുന്നിൽ ഒരു വലിയ ബിഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തങ്ങളെ 4 സീസണിൽ കരയിപ്പിച്ച, തങ്ങളുടെ കയ്യിൽ നിന്ന് ലാസ്റ്റ് ടൈം കപ്പ് പറിച്ചെടുത്ത ആ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഓർത്തു വെച്ചോളും, നിങ്ങളെയും ഇതുപോലെ തന്നെ കരയിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വീണ്ടും സ്ക്വാഡ് ഡെപ്ത് വളർത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്, മാഞ്ചസ്റ്റർ സിറ്റി ഫാൻസ് നിങ്ങൾ ഓർത്തു വെച്ചോ, ഇനി നിങ്ങളുടെ പതനം കാണുന്നത് വരെ നമ്മൾ സ്ക്വാഡ് ഡെപ്ത് ഇങ്ങനെ വളർത്തിക്കൊണ്ടേയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ദ വേൾഡ് സ്ട്രൈക്കറായ, ദ വേൾഡ് സൂപ്പർ സ്റ്റാറായ വിനീഷ്യസ് ജൂനിയറെ തന്നെ എത്ര പൈസ കൊടുത്തിട്ടായാലും ശരി തങ്ങൾ വാങ്ങിയിരിക്കുമെന്നൊരു നിലപാടിലാണ് ആർട്ടറ്റയും സംഘവും ഉള്ളത്. സാലറി പോട്ടെ, പൈസ പോട്ട്, പവർ എത്തുന്ന മൈൻഡിലാണ് ആർട്ടറ്റ ഉള്ളത്. എങ്ങനെയെങ്കിലും മാഞ്ചസ്റ്റർ സിറ്റിയെ കൊല്ലുക, അവരുടെ ചോര തുപ്പുന്നത് വരെ അവരെ കരയിപ്പിക്കുക എന്നൊരു മൈൻഡിലാണ് ആർട്ടറ്റയും സംഘവും ഇപ്പോൾ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങുന്നത് നെക്സ്റ്റ് സീസണിൽ. ട്രാൻസ്ഫർ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ചെൽസിയുടെ സ്റ്റാർ വിങ്ങറായ പെഡ്രോ നെറ്റയെ മാഞ്ചസ്റ്റർ സിറ്റി നോക്കുന്നു എന്നതാണ്. 80 മില്യൻ്റെ ബിഡാണ് ചെൽസിക്ക് മുന്നിൽ മാഞ്ചസ്റ്റർ സിറ്റി വെച്ചിരിക്കുന്നത്. എൻസോ മെറസ്ക, ഇപ്പോഴത്തെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പുതിയ ബോസായ എൻസോ മെറസ്ക ചെൽസിയിലുണ്ടാകുമ്പോൾ പെഡ്രോ നെറ്റെ ഒരു മകനെ പോലെയാണ് കണ്ടത്. പെഡ്രോ നെറ്റയുടെ പ്രൈം ടൈം ആയിരുന്നു അപ്പോൾ ചെൽസിയിൽ. പെഡ്രോ നെറ്റിന് സിറ്റിയിൽ പോയാൽ അദ്ദേഹത്തിന് പ്രൈം തന്നെ കാണാം. അപ്ഡേറ്റ് ആണ്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ റെയിൻഡേഴ്സിനെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് നോക്കുന്നു എന്ന്. 60 മില്യൻ്റെ ബിഡാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് സിറ്റിക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. അത് ഏകദേശം അഗ്രി ചെയ്യാനാണ് മാഞ്ചസ്റ്റർ സിറ്റി ഉദ്ദേശിക്കുന്നത്. ഒരു ബിഗ്ഗസ്റ്റ് ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ്, ജൂലിയൻ അൽവാരസിന് മുന്നിൽ വീണ്ടും ബാഴ്സലോണ മുന്നോട്ട് പോവുകയാണ്. ജൂലിയൻ അൽവാരസിനെ വാങ്ങാൻ വേണ്ടി 150 മില്യൻ്റെ ബിഡാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന് മുന്നിൽ വെച്ചിരിക്കുന്നതെന്ന് അൺഒഫീഷ്യലായിട്ട് ബാഴ്സലോണ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ്, RB ലൈപ്സിഗിൽ നിന്നും റയൽ മാഡ്രിഡ് 110 മില്യന് യാൻ ഡിർമൻഡയെ 19 വയസ്സുള്ള യങ് ടാലന്റിനെ ടീമിലെത്തിച്ചിരിക്കുകയാണ്. അത് ഒഫീഷ്യലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ്. ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ്, മുഹമ്മദ് സലാങ് തുർക്കിയിലേക്ക് പോയിരിക്കുകയാണ്. ഫ്രീ ഏജൻ്റായിട്ടാണ് അദ്ദേഹം പോയത്. ട്രാൻസ്ഫർ അപ്ഡേറ്റ്, ചെൽസിയുടെ ഇപ്പോൾ ബാൻ കഴിഞ്ഞ് വന്ന മിക്കാലെ മുഡ്രിക്കിനെ ലംപാർഡിൻ്റെ കൊവൻട്രി സിറ്റി ലോണിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്നതാണ്. ഗിമറീഷിന് പകരം ഡിഫെൻസീവ് മിഡ്ഫീൽഡറായിട്ട് ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് വിക്ടർ ഫ്രോഹോൾഡിനെ. 70 മില്യൺ യൂറോക്കാണ് വിക്ടർ ഫ്രോഹോൾഡിനെ കൊണ്ടുവരുന്നത്. ഡാനിഷ് പ്ലെയറാണ് അദ്ദേഹം. പുതിയ അപ്ഡേറ്റുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. കമൻറ്റ് ചെയ്യുക ഇതിൽ ഏത് ട്രാൻസ്ഫറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന്.